ശ്രീ എ സജീവൻ, കോൺഗ്രസിലെ ഒരു സർവേ വി.ഡി. സതീശൻ ഒറ്റയ്ക്ക് നടത്തിയെന്നതാണല്ലോ ഇപ്പോഴത്തെ വിവാദത്തിന് അടിസ്ഥാനം. പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോൾ 140 മണ്ഡലങ്ങളിലും സർവേ നടത്താൻ ഒരു ഏജൻസി ഏൽപ്പിക്കാൻ ചുരുങ്ങിയത് 25 ലക്ഷം രൂപയാകും. അങ്ങനെ പണം ഇറക്കിക്കൊണ്ട് വി.ഡി. സതീശൻ ഒറ്റയ്ക്കൊരു സർവേ നടത്തുമോ എന്നുള്ളതാണ് സതീശൻ വിഭാഗം ചോദിക്കുന്നത്. മാത്രമല്ല, അതിനകത്ത് നടന്ന കാര്യങ്ങൾ പലപ്പോഴായി വി.ഡി. സതീശൻ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നത്, ആ മണ്ഡലം കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ നേതാക്കളെ അവിടെ വിടുന്നു, ബൂത്ത് തലത്തിൽ പ്രവർത്തനം, എവിടെയൊക്കെയാണ് കുറവ് അവിടെ കൂടുതൽ പ്രവർത്തനം, കൂടുതലുള്ളയിടത്ത് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പ്രവർത്തനം, അങ്ങനെ അതിനൊരു കണക്ക്. ഇതിപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം അത് നേതാക്കൾ എങ്ങനെ വിജയിച്ചു എന്നതിലും ഈ ബൂത്ത് കണക്കൊക്കെ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കണക്കാണ് അവിടെ വി.ഡി. സതീശൻ സമർപ്പിച്ചതെന്നും ഈ 63 എന്ന കണക്ക് വരുന്നത് 2001 നേടിയ കണക്കാണ് എന്നും പറയുകയാണ്. അപ്പോഴാണ് അവിടെ അനിൽകുമാറിന്റെ പ്രതികരണമായി മറ്റൊന്ന് പുറത്തേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ ഈ തർക്കം പുറത്തേക്ക് വരണം എന്ന് തന്നെയാണോ കോൺഗ്രസിൽ ഒരു വിഭാഗമെങ്കിലും ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ 2026? അല്ല, ഭരണം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആര് ഭരണത്തിൻ്റെ നേതൃത്വത്തിലുണ്ടാവണം എന്നുള്ളതിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ തർക്കമൊക്കെ ഇതാണ്. ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ഈ സർവേ ആയാലും പഠനമായാലും സത്യത്തിൽ അത് അനിവാര്യമായൊരു കാര്യമാണ്. 25 ലക്ഷം രൂപ ചെലവഴിക്കാതെ തന്നെ പാർട്ടി പ്രവർത്തകർക്ക് ഓരോ മണ്ഡലവും ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഉള്ള സാധ്യതകൾ, ഇത്രയും കാലത്ത് അതിൻ്റെ ചരിത്രം, ഇപ്പോഴവിടെയുള്ള കാര്യങ്ങൾ, അവിടെയുള്ള പാർട്ടി പ്രവർത്തകർക്ക് വിലയിരുത്തിയിട്ട് സാധ്യത നോക്കി നിശ്ചയിക്കാവുന്നതാണ്. അപ്പം എ ക്ലാസ് ബി ക്ലാസ് എന്ന രീതിയിലൊക്കെ മണ്ഡലങ്ങളെ തരംതിരിച്ചുകൊണ്ട് അവിടെയുള്ള പ്രവർത്തനം നടത്താം. ഇതൊക്കെ സതീശൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രാഷ്ട്രീയകാര്യ സമിതിയിലെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനിവാര്യമായിട്ട് 1 വർഷം മുമ്പേ തന്നെ അല്ലെങ്കിൽ 2 വർഷം മുമ്പേ തന്നെ നടത്തേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ പ്രശ്നം അതല്ല, ഇതെങ്ങനെ അവതരിപ്പിച്ചു. ഇപ്പം അനിൽകുമാർ ഇത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ സർവേയൊക്കെ നമുക്ക് നടത്തേണ്ടതാണ്, അങ്ങനെയുള്ള ഇവിടെ ചിലപ്പോൾ അവതരിപ്പിക്കപ്പെട്ട കാര്യം, അങ്ങനെ സർവേ നടത്തേണ്ടതാണ്, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ കഴിയും, 63 സീറ്റ് മുതൽ 65 സീറ്റ് വരെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യവുമില്ലാതെ ഒരു നേതാവ്, അത് അനിൽകുമാർ ആയാലും ആരായാലും തർക്കിക്കാൻ നിൽക്കില്ലല്ലോ. നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് സർവേ നടത്തിയതെന്ന് തർക്കിക്കില്ലല്ലോ. ഇനി അതിനകത്ത് നടന്ന സംഭവങ്ങൾ നമ്മളാരും കേട്ടിട്ടില്ല, ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം വെച്ചുകൊണ്ടാണ്. രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് സർവേ നടത്തേണ്ടത് ഇവിടെയൊന്നുമല്ല, ഇവിടെയുള്ള ആളുകളല്ല, അത് ദേശീയ നേതൃത്വമാണ്, ഹൈക്കമാൻഡാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെയും അഭിപ്രായം ഇവിടെ എന്തോ സംഗതി പഠനമായാലും സർവേ ആയാലും എന്തായാലും നടന്നു എന്നുള്ളതാണല്ലോ. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാവുന്നതാണ്. ഇങ്ങനെ ഒന്നുമില്ല, രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല, അത് ഭരണപക്ഷം LDFൻ്റെ ഒരു കുതന്ത്രം മാത്രമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് എങ്ങനെയെങ്കിലും തകരണം, UDF ഭരണം കിട്ടാതിരിക്കണം എന്ന് താല്പര്യമുള്ള മാധ്യമപ്രവർത്തകർ ചെയ്തതാണെന്നൊക്കെ പറയാമല്ലോ. നമ്മൾ ഒരു കാര്യം വിലയിരുത്തുമ്പോൾ അതിനകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതല്ലായിരുന്നെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇവർക്കൊക്കെ പറയാമായിരുന്നു. സംഭവിക്കുന്നൊരു കാര്യം, ഈ പഠനവും സർവേയൊക്കെ എങ്ങനെയായാലും നടത്താവുന്നതാണ്. പക്ഷേ ആ നടത്തേണ്ട രീതി എന്താണ്? ഇനിയിപ്പോൾ അങ്ങനെ നടത്തിയിട്ടില്ല, സതീശൻ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്ന പോലെ അവിടെ ഒന്നും നടന്നിട്ടില്ല, നടത്തുന്നതിനെക്കുറിച്ചുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് വെച്ചത് എങ്കിൽ, ഇങ്ങനെ അനിൽകുമാർ തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ, ആരാണ് നിങ്ങൾക്ക് സർവേ നടത്താൻ അധികാരം തന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ അങ്ങനെയല്ല, സർവേ നടത്തിയതായിട്ടല്ല, നടത്തണമെന്നുള്ള നിർദ്ദേശമാണ് വെച്ചതെന്ന് പറഞ്ഞ് ആ യോഗം വളരെ തന്മയത്വത്തോടു കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കുറച്ച് കാലമായിട്ട് കോൺഗ്രസിനകത്ത് നടക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, നേതാക്കന്മാർ തമ്മിലൊരു പ്രശ്നം വരുമ്പോൾ ഉടനെ തന്നെ അത് വളരെ പരസ്യമായിട്ട് ആ സജീവൻ ഈ അകത്തുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അകത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ, രണ്ടു ഭാഗത്തു നിന്നും കിട്ടുന്ന വിവരങ്ങളാണല്ലോ. അപ്പോൾ അതിൽ പറയുന്നത് ഈ പറയുന്ന ഇനിയുള്ള 42 സീറ്റുകളിൽ കൂടി ഈ നേരത്തെ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ വിജയിച്ചതുപോലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ശക്തമാക്കണം, അവിടെ ഓരോ മണ്ഡലത്തിലും ഓരോ നേതാക്കൾക്ക് ചുമതല നൽകിക്കൊണ്ട് പ്രവർത്തനം വേണം. അപ്പോൾ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ 42 മണ്ഡലങ്ങൾ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ 42 തിരിച്ചു പിടിക്കാം എന്ന വാദമാണ് ഉയരുന്നത്.
അപ്പോൾ അങ്ങനെ വിജയസാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കണം. അതിപ്പോൾ കൂട്ടായി ചെയ്യേണ്ട ഒരു കാര്യത്തിൽ ഒരു നിർദ്ദേശം ഒരു പ്രതിപക്ഷ നേതാവ് വയ്ക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ ഈ 63 മണ്ഡലങ്ങൾ സതീശൻ എങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിച്ചു എന്ന ചോദ്യം അനിൽകുമാറിൽ നിന്ന് വരുമ്പോഴാണ് വി ഡി സതീശൻ പ്രസംഗം പാതി വഴിക്ക് നിർത്തുമെന്ന് പറയുന്നു. അപ്പോൾ ഈ 63 മണ്ഡലങ്ങൾ ഒറ്റയ്ക്ക് കണ്ടെത്തി എന്നാണോ ആ പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്? അതായത് ഒരാൾ ഈ കാര്യത്തിൽ ഈ തരത്തിലൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട്, നമ്മൾ വളരെ മൈന്യൂട്ടായ കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്നൊരു പ്രതിപക്ഷ നേതാവ് അവിടെ അവതരിപ്പിക്കുമ്പോൾ ഇയാളെങ്ങാനും കയറിപ്പോകുമോ നമ്മൾക്ക് മുകളിലേക്ക് എന്ന ഭയം എങ്ങനെയാണ് പാർട്ടിയിൽ മറ്റു നേതാക്കൾക്ക് വരുന്നത്? പാർട്ടി ഒറ്റക്കെട്ടായല്ലേ വിജയിക്കേണ്ടത്, ഏതെങ്കിലും ഒരു നേതാവിന്റെ വിജയമല്ലല്ലോ. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് വി ഡി സതീശൻ വിജയിച്ചു കളയുമെന്ന തോന്നൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഞാനതാണ് പറഞ്ഞത്. ഇതിന് വിജയിച്ചു കഴിഞ്ഞാൽ ആര് എന്നുള്ള അത് ഈ നേതൃസ്ഥാനത്ത് ആര് ചിന്തയാണുള്ളത് ഇവിടെ. പക്ഷെ ഞാൻ പറയുന്ന അനിൽകുമാർ അങ്ങനെ അല്ല, അതെ, അത് പിന്നെയല്ല, അതാണ് പ്രശ്നം. അത് ഇപ്പോഴേ തുടങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണല്ലോ കുറച്ച് കാലമായിട്ടുള്ള ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. ഞാനാണോ നീയാണോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നു. ഇനി അനിൽകുമാർ അങ്ങനെ വളരെ കൃത്യമായിട്ടും ഇത് ഞങ്ങളെ മറികടന്നുകൊണ്ട് സതീശൻ പോകേണ്ട എന്ന് വിചാരിച്ചാൽ പോലും അവിടെ ആ യോഗം നടത്തേണ്ടിയിരുന്നത് വളരെ തന്മയത്വത്തോടു കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നത് വി ഡി സതീശനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ സർവേ എന്നൊരു വാക്കുപയോഗിച്ചിട്ടില്ല, പഠനം എന്നൊരു വാക്കുപയോഗിച്ചിട്ടില്ല. ഇങ്ങനെ നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ള എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ മണ്ഡലങ്ങളുണ്ട്, അവിടെയൊക്കെ നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞ ആ യോഗം വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ കാര്യസമിതി യോഗമാണല്ലോ, സ്വാഭാവികമായിട്ട് അവിടെ ചർച്ച ഉണ്ടാക്കിയെടുക്കേണ്ടിയിരുന്നു. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് കാലമായിട്ടുള്ളത് തർക്കങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പോലും പരസ്യമാക്കി പറയുന്നൊരവസ്ഥ നമ്മൾ കണ്ടതല്ലേ. ആര് പറയണം, പത്രസമ്മേളനത്തിൽ ആരാദ്യം സംസാരിക്കണം എന്നതിനെക്കുറിച്ച് പരസ്യമായ തർക്കം നടന്നിട്ടുള്ള നമ്മൾ കണ്ടതാണ്. ഈ ഒരു വാശിയും വൈരാഗ്യവും ഒക്കെ അതാണ് വലിയ പ്രശ്നം. 2021 ജയിക്കാൻ വളരെ സാധ്യതയുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ, സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും ഈ അറസ്റ്റിലായി ജയിലിൽ കിടന്ന അവസരത്തിൽ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാതെ ഇത്തരത്തിലുള്ള ചില കളികളിലൂടെ കൈവിട്ടു പോയതാണ്. ഇനി 2026 അങ്ങനെ പോവാതിരിക്കാൻ വളരെ കൃത്യമായിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. ഇപ്പം അനിൽകുമാർ എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളല്ല, അദ്ദേഹം നേതാക്കന്മാരിൽ ഒരാളാണ്. ഇപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്ക് നേതൃത്വം കൊടുക്കേണ്ട 2 പേരും, ഒന്ന് സുധാകരനും സതീശനുമാണ്. ഈ 2 പേരും വളരെ കൃത്യമായിട്ട് ഇതിന് നേട്ടം അവർക്കാണല്ലോ കിട്ടുക. ആര് മുഖ്യമന്ത്രി ആയാലും ആര് എന്തായാലും നേട്ടം അവരുടെ കൈകളിലേക്കാണ് പോവുക. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഈ യോഗത്തിൽ, രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുള്ള ഒരു വീഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതങ്ങനെ പോകുമ്പോൾ നേട്ടം കൊയ്യുന്ന മറ്റു പല ആളുകളായിരിക്കും. നമ്മൾ ഇങ്ങനൊരു അവസ്ഥയെ വിലയിരുത്താതെ ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്നോ ഭരിക്കുന്ന സർക്കാരിൻ്റെ താല്പര്യമനുസരിച്ച് അവരുണ്ടാക്കിയെടുക്കുന്നതാണെന്നോ വിലയിരുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ 2021 വലിയ പതനം കണ്ടതാണ്. 2026 അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പലപ്പോഴും കോൺഗ്രസ്സുകാർ മാത്രമല്ല മറ്റു പല ആളുകളും താല്പര്യപ്പെടുന്നതാണ്. മീഡിയ നല്ലൊരു ശതമാനവും UDFൻ്റെ തിരിച്ചുവരവിന് അതിനനുകൂലമായി നിൽക്കുന്ന ഒരു ഇതുപോലെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ഒരു കാറ്റ്, തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാറ്റിനെ ഇത്തരത്തിലുള്ള തർക്കത്തിലൂടെ പോവുക. അപ്പോൾ ഞാൻ പറയുന്നത് സർവേ നടത്തിയിട്ടുണ്ടാവില്ല, പഠനം നടത്തിയിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരാളിങ്ങനെ ചോദ്യം ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് നിർത്തിയിട്ട് എന്നാൽ പിന്നെ നിങ്ങളായിക്കോന്ന രീതിയിലേക്കുള്ള ഒരു പോക്കല്ല നേതൃത്വം കൊടുക്കേണ്ട ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. വി ഡി സതീശന് അക്കാര്യത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.